എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTTയിൽ പുതിയതായി റിലീസായതും റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഫസ്റ്റ് ഒരു മലയാളം വെബ് സീരീസാണ് കസിൻസ് ആൻഡ് കല്യാണംസ്. 6 കസിൻസിൻ്റെയും അവർക്കിടയിലുള്ള ബന്ധങ്ങളുടെയും നീളുന്ന ഒരു രസകരമായ കഥയാണിത്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രണയത്തിനുമാണ് ഈ സീരീസിൽ പ്രാധാന്യം നൽകുന്നത്. കസിൻസ് ആൻഡ് കല്യാണംസ് ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ്. 2026 മെയ് 22 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് വെബ് സീരീസാണ് എക്സാം ദ സിസ്റ്റം എക്സ്പോസ്ഡ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെയും മത്സര പരീക്ഷകളിലെയും അഴിമതികളെ പ്രമേയമാക്കി ദേശീയ പുരസ്കാര ജേതാവ് A. സർഗുണം സംവിധാനം ചെയ്ത ഈ സീരീസിൽ തുഷാര വിജയൻ, അതിഥി ബാലൻ, അബ്ബാസ് എന്നിവരാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. 2026 മെയ് 15 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി സീരീസാണ് ഗ്ലോറി. പുൽകിത് സാമ്രാട്ട്, ദിവ്യേന്ദു, സുവിന്ദർ വിക്കി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു സ്പോർട്സ് ക്രൈം ത്രില്ലർ സീരീസായ ഗ്ലോറി നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മലയാളം മൂവിയാണ് വാഴ 2. ഹാഷിർ, അലൻ, അജിൻ ജോയ്, വിനായക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാവിൻ SA സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് വാഴ 2. അജു വർഗീസ്, വിജയ് ബാബു എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. വിപിൻ ദാസ് ആണ് ഈ സിനിമയുടെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. കേവലം 10 കോടി രൂപയിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന് ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടി രൂപയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് 8 മുതൽ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസാണ് കർത്തവ്യ. സെയ്ഫ് അലി ഖാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ക്രൈം ത്രില്ലർ സീരീസാണ് കർത്തവ്യ. ഷാരൂഖ് ഖാന്റെ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് നിർമ്മിച്ച് പുൽകിത് സംവിധാനം ചെയ്ത ഈ സീരീസിൽ സെയ്ഫ് അലി ഖാനെ കൂടാതെ രസിക ദുഗൽ, സഞ്ജയ് മിശ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് മാസം 15 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് അവൾ. സുരഭി ലക്ഷ്മിയെ പ്രധാന കഥാപാത്രമാക്കി ജയരാജ് സംവിധാനം ചെയ്ത മൂവിയാണ് അവൾ. ഈ മൂവി മനോരമ-Xലൂടെ ഇപ്പോൾ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ് ഓ ബട്ടർഫ്ലൈ. വിജയ് രംഗനാഥൻ സംവിധാനം ചെയ്തൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ഓ ബട്ടർഫ്ലൈ. ഇതിൽ നിവേദിത സതീഷ്, സിബി ചന്ദ്രൻ, അതുൽ, നാസർ, ലക്ഷ്മിപ്രിയ ചന്ദ്രമൗലി എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സൺനെക്സ്റ്റ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 8 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു കന്നഡ മൂവിയാണ് ലവ് മോക്ടെയിൽ 3. അച്ഛനും മകളും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ ആസ്പദമാക്കി ഡാർലിംഗ് കൃഷ്ണ സംവിധാനം ചെയ്ത ഒരു ഫാമിലി എന്റർടൈനറാണ് ലവ് മോക്ടെയിൽ 3. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 15 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മൂവി ഡക്കോയിറ്റ് എ ലവ് സ്റ്റോറി. അതിവിശേഷ്, മൃണാൾ താക്കൂർ, അനുരാഗ് കശ്യപ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാനിൽ ഡിയോ സംവിധാനം ചെയ്തൊരു ആക്ഷൻ റൊമാൻറ്റിക് ക്രൈം ത്രില്ലർ മൂവിയാണ് ഡക്കോയിറ്റ് എ ലവ് സ്റ്റോറി. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. മെയ് മാസം 8 തീയതി മുതൽ തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് ലൈക്ക. ഉപ്പുമുളകും ഫെയിം, ബിജു സോപാനം, നിഷ സാരംഗ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി 2023 റിലീസ് ചെയ്ത സിനിമയാണ് ലൈക്ക. ഷാൻ തുളസീധരൻ സംവിധാനം ചെയ്തൊരു ഫാമിലി കോമഡി ഡ്രാമ ഫിലിമാണ് ലൈക്ക. ഈ മൂവി മനോരമ-Xലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ദുരന്തർ ദ റിവഞ്ച്. രൺവീർ സിംഗ് നായകനായെത്തി ആദിത്യദർ സംവിധാനം ചെയ്ത് 2026 മാർച്ച് 19 റിലീസ് ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണല്ലോ ദുരന്തർ ദ റിവഞ്ച്. 3 മണിക്കൂർ 49 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയിൽ സഞ്ജയ് ദത്ത്, R. മാധവൻ, അർജുൻ രാംപാൽ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഏകദേശം 300 കോടി ബഡ്ജറ്റ് നിർമ്മിച്ച ഈ സിനിമ 40 ദിവസത്തിനുള്ളിൽ 1750 കോടി രൂപ നേടിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ 150 കോടി എന്ന റെക്കോർഡ് തൂക്കിയാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. പാൻ-ഇന്ത്യൻ ഭാഷകളിൽ മെയ് മാസം 14 തീയതി മുതൽ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു തമിഴ് മൂവിയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി, S.J. സൂര്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്തൊരു സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. ഈ മൂവിയുടെ ബഡ്ജറ്റ് 60 കോടിയും വേൾഡ് വൈഡ് കളക്ഷൻ 51 കോടിയുമായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മെയ് 8 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിയെയും മോഹൻലാലിനും കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ രചനയും സംവിധാനം ചെയ്ത് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണല്ലോ പാട്രിയോട്ട്. ഇതിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനും കൂടാതെ ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, രേവതി എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഈ സിനിമ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നാണ്. ഏകദേശം 140 കോടി രൂപയാണ് ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് വന്നിരിക്കുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, UK, അസർബൈജാൻ, ദുബായ് എന്നിവിടങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്.